കുബ്ര എന്ന സ്ഥാനത്ത് ഖദീജ ബിബി അവരോധിക്കപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്തയാ അവർക്ക് സമർപ്പിച്ച ഒരു കാര്യമല്ല, അവർ അതിന് അർഹതയുള്ള പെണ്ണായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ആ അലിയാരുടെ മക്കൾ പിന്നെ ഇന്നും ഈറ്റപ്പുലികളായി നിലകൊള്ളുന്നു. ഒരു വിഷയത്തിനെ തീരുമാനിച്ചാൽ ഇന്നും രണ്ടാലും വർത്തമാനം പറയാത്ത തീരുമാനിക്കാനുള്ള കരുത്തുള്ള മക്കൾ ഇന്നും അലിയാര മക്കൾ ലോകത്തുണ്ട്. അലിയാര ഉമ്മയാണ് ആര്? ഖദീജ ബീവി. വളർത്തുമ്മയാണ് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഇന്നുണ്ട്. ഒരു കാര്യമാണ് പറഞ്ഞ തീരുമാനം പറഞ്ഞ രണ്ടാമത്തെ വാക്ക് പറയാൻ പറ്റാത്ത ആളുകൾ ഇന്നുണ്ട്. ഭയങ്കര ഖണ്ഡിതമായ തീരുമാനം പറയാൻ കഴിയുന്ന ആളുകൾ. متفرقين بين ذلك لا إله هؤلاء ولا إله هؤلاء. മുനാഫിഖിന്റെ ശൈലിയാണ്. അവർ എവിടെയും ഉറച്ചിക്കൂല. ഒന്നിരിക്കലും അങ്ങനെ ചിലൊന്ന് അങ്ങോട്ട് ഔട്ടും ഒന്ന് ഇങ്ങോട്ട് ഔട്ടും. ഇങ്ങനത്തെ ഒരു ശൈലി ഉണ്ട് ആർക്ക്? മുനാഫിഖിന്. ആ ശൈലിയല്ല ധീരതയുള്ള ഉറച്ചു നിൽക്കുന്ന ആളുകളുടെ ശൈലി. സത്യത്തിൽ ആ കൂട്ടത്തിൽ വളരെ എന്താ പറയുക, ദുർബലരായെന്ന് തോന്നിപ്പോകുന്ന സോഫ്റ്റായ സ്വഭാവമുള്ള ആളുകളുണ്ട്. പക്ഷെ തീരുമാനത്തിൽ അവർക്ക് ഭയങ്കര നിലപാടായിരിക്കും. ഇപ്പൊ നമ്മളെ ഈ ഉമ്മത്ത് കണ്ടതിലെ ഏറ്റവും ഒരു സോഫ്റ്റായ മനസ്സുള്ള ആളായിരുന്നു സയ്യിദ് മുഹമ്മദ് ബിൻ ശിഹാബ് തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി. അള്ളാഹുവിന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. പക്ഷേ ഭയങ്കര തീരുമാനം നമ്മൾ പറ്റുന്നില്ല. തീരുമാനം പറഞ്ഞാൽ പിന്നെ മാറ്റില്ല. അതവിടെ പിന്നെ മാറ്റില്ല. തീരുമാനം പറഞ്ഞു പിന്നെ മാറ്റില്ല. ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ മാറ്റില്ല. ഉറച്ച തീരുമാനമായിരിക്കും. പിന്നെ എന്താണെങ്കിലും മാറ്റി. ചിന്തിക്കണം. അപ്പോൾ ഒരു കാര്യം, എന്തുകൊണ്ട് ഖദീജത്തുൽ കുബ്ര എന്ന സ്ഥാനത്തിന് അർഹയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. വെറുതെ ആ സ്ഥാനം അവർക്ക് കിട്ടിയതല്ല. എന്തുകൊണ്ട് ഇത്ര വലിയ സ്ഥാനം പുണ്യ റസൂൽ അവർക്ക് കൽപ്പിച്ചു? അത് വെറുതെ അല്ല, അത് അതിന് അർഹയാണ്. ഒരു ഉമ്മ എന്ന നിലയിൽ ഏറ്റവും ലോകത്തിന്റെ മുന്നിൽ കരുത്ത് തെളിയിച്ച ഉമ്മയാണ് ഖദീജ. ഇന്നും റളിയല്ലാഹു അൻഹ, ഇന്നും ആ ഉമ്മയുടെ സ്വഭാവം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇന്നുണ്ട്. അതായത് കാര്യങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാൻ കഴിയുന്ന മക്കൾ. ആ മക്കളുടെ ബാപ്പയാണ് ആര്? അലിയാരി റളിയല്ലാഹു അൻഹു. അവരുടെ വളർത്തുമ്മയാണ് ആര്? ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. മറ്റൊരാളെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം. മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. അറിയില്ലേ, ഹാരിസയുടെ ധനാഢ്യനായ ഹാരിസന്റെ മകനെ കൊള്ളക്കാര് പിടിച്ച് അടിമച്ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് ബാലനായി ഖദീജ ബീവിയുടെ വീട്ടിൽ വന്ന് പിന്നെ നബിയുടെ വളർത്തുമോനായി, ഖദീജ ബീവിയുടെയും നബിയുടെയും വളർത്തുമോനായി വളർന്ന ആളാണ് ആര്? ഇതെന്റെയും ഖദീജയുടെയും വളർത്തുമോനാണെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ കഅബാലയത്തിന്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ സെയ്ദിന്റെ ബാപ്പ ഹാരിസ നബിയുടെ കൂടെയുണ്ട്. ഹാരിസ വന്നത് സെയ്ദിനെ കൊണ്ടുപോകാനാണ്. പക്ഷെ സെയ്ദ് പോയില്ല. എത്രത്തോളം എന്നാൽ ഹാരിസ മോനെ ആക്ഷേപിച്ചു. മോനെ ഈ അടിമബാലൻ. അപ്പോൾ പറഞ്ഞേ, എനിക്ക് ഇവിടുത്തെ ഞാൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു, ഇവിടെ അടിമയല്ല, ഇവിടുത്തെ മോനാണ്. അപ്പോൾ അത് പ്രഖ്യാപിക്കണം എന്നായി റസൂലുള്ളാഹി കഅബാലയത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട്, ഇതാ സെയ്ദ് ഇന്ന് മുതൽ അടിമക്കുട്ടിയല്ല, സെയ്ദന്റെ വളർത്തുമോനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയുടെ കരുത്തുങ്ങൾ ഞാൻ ആലോചിക്കുകയും, ലോകം കണ്ട മറ്റൊരു ഈത്തപ്പുലിയാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു തങ്ങൾ 3000-ഓളം വരുന്ന സൈന്യത്തോടു കൂടെ മുഅ്തയിലേക്ക് പോവാണ്. മദീനയിൽ നിന്ന് മുത്തുനബി പറഞ്ഞയച്ചതാണ്. ബൈസന്റിയൻ ചക്രവർത്തിമാരോട് പടപൊരുതാൻ വേണ്ടി ഏകദേശം 2 ലക്ഷത്തോളം വരുന്ന പട്ടാളത്തോട് പടപൊരുതാൻ 3000 കൊണ്ട് പടനയിച്ചു പോയ പടയാളിയാണ് ആര്? സെയ്ദ് ബിൻ ഹാരിസ. എവിടുന്നായി കരുത്തിട്ടിയത്? വളരെ ചിന്തിക്കണം. ഭയങ്കര കരുത്താണ് സെയ്ദ് ബിൻ ഹാരിസക്ക് റളിയല്ലാഹു അൻഹു. അതായത് ശത്രുക്കൾ, നേരെ മുന്നിലുള്ള ശത്രുക്കൾ 2 ലക്ഷത്തോളം വരും. ഇവിടെ ആകെയുള്ളത് എത്രയാണ്? 3000 പട്ടാളക്കാരാണ്. എന്ന് മാത്രമല്ല, പടക്കളത്തിൽ എത്തിയപ്പോൾ എന്തുണ്ടായി എന്നറിയോ? സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു പടക്കളത്തിൽ അങ്ങോട്ട് പട്ടാളക്കാർ പടക്കളത്തിനടുത്തെത്തിയപ്പോൾ കൂടെയുള്ള ആളുകൾ എന്ത് പറഞ്ഞു? നമുക്ക് വഖദ് അശാറ അലൈഹി ബഅദുൽ മുസ്ലിമീന ബിതർക്കിൽ ഖിതാലി വറുജൂഇ.
എന്ന്, നമുക്ക് ഇപ്പോൾ യുദ്ധം ചെയ്യേണ്ട, നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലത് എന്ന് സെയ്ദ് ബിൻ ഹാരിസയോട് ആര് പറഞ്ഞ്? കൂടെയുള്ള പട്ടാൾക്കാർ പറഞ്ഞു. പട്ടാൾക്കാർക്കൊക്കെ നഷ്ടം പറ്റിയൊന്നുമില്ല, അവരൊക്കെ തിരിച്ചുപോയി. നഷ്ടം പറ്റിയത് സെയ്ദിനാണ് റളിയല്ലാഹു അൻഹു. സെയ്ദ് പറഞ്ഞ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പറഞ്ഞയച്ചിട്ട് തിരിച്ചു പോണ പ്രശ്നം ഇല്ല, അങ്ങനെ ഉണ്ടാവില്ല. മുന്നിലുള്ള 2 ലക്ഷത്തോളം വരുന്ന പട്ടാൾക്കാരാണ്. എന്നാൽ സെയ്ദിന് പേടിയില്ല. ആരാ സെയ്ദിനെ വളർത്തിയത്? അവിടെ തന്റെ പട്ടാളത്തിന്റെ മുന്നിൽ ശബ്ദമുയർത്തി മനോഹരമായി പ്രസംഗിച്ചു സെയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. ആ പ്രസംഗത്തിൽ ഒരു 1-2 വാക്ക് ഞാൻ പറയാം. ഇന്നമാ ജിനാ ലിഇലാഇ കലിമത്തില്ലാഹ് അവൽ മൗതി ഫീ സബീലില്ലാഹ്. ഇന്നമാ ജിനാ ലിഇലാഇ കലിമത്തില്ലാഹ് അവൽ മൗതി ഫീ സബീലില്ലാഹ്. ഒന്നിരിക്കൽ അള്ളാഹുവിന്റെ വചനത്തെ ഉയർത്തിപ്പിടിക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി മരിക്കണം. അതിനു വേണ്ടി അല്ലാതെ നമ്മൾ മദീനയിൽ നിന്ന് വന്നിട്ടില്ല. ഇന്നമാ ജിനാ ലിഇലാഇ കലിമത്തില്ലാഹ് അവൽ മൗതി ഫീ സബീലില്ലാഹ്. അതുകൊണ്ട് സൈന്യാധിപൻ തന്നെ കൊടിയും പിടിച്ച് ആദ്യം പുറത്തിറങ്ങി, മൂത്തയിലേക്ക് ഇറങ്ങി. സെയ്ദ് ബിൻ ഹാരിസ അവരങ്ങോട്ട് വെട്ടി കഷ്ണാക്കി പല സ്ഥലത്തും വിട്ടുകൊണ്ട് വീണ്ടും യുദ്ധക്കളത്തിൽ വെച്ച് മരിച്ചു റളിയല്ലാഹു അൻഹു. സെയ്ദ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത് മരിച്ച ആ സ്ഥലത്ത് ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ട്. ജോർദാൻ സർക്കാർ പലവട്ടം അത് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഖബർ ഞാൻ സിയാറത്ത് ചെയ്തിട്ടുണ്ട് റളിയല്ലാഹു അൻഹു. അവർക്ക് പറ റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു. നിങ്ങൾ ചിന്തിക്കണം, ഇത് എവിടുന്ന് ഈ കരുത്തിട്ടിയത്? അതായത് കാര്യബോധമുണ്ടായി സ്വഭാവ രൂപീകരണത്തിന്റെ സമയമാകുമ്പോഴത്തിന് സ്വന്തം ഉമ്മാനെ വിട്ടു പോന്നിട്ടുണ്ട്. ആര്? സെയ്ദ്. പിന്നെ ഉമ്മ ആരാ? ഖദീജ ബീവിയാണ്. ഖദീജ ബീവി വളർത്തിയ 2ാമത്തെ മോൻ ആണ് ആര്? സെയ്ദ് ഇബ്നു ഹാരിസ. ഒക്കെ പറ റളിയല്ലാഹു അൻഹു. ഇതൊക്കെ വളരെ ചിന്തിക്കണം. ഒരു ഉമ്മാന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ അതാണ് മക്കളുടെ കരുത്ത്. ഉമ്മക്ക് കരുത്തില്ലേ? മാനസികമായ കരുത്തില്ലേ? ഉമ്മ ദുർബലയാണോ? അത് ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കുട്ടികളെ സ്വാധീനിക്കും. അതുകൊണ്ടാണ് ഈ കരുത്ത് എന്ന് പറഞ്ഞാൽ അങ്ങാടി ചട്ടമ്പികളെ കരുത്തല്ല, പിന്നെ ദീനിന്റെ കരുത്താണ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. ശരി, ആ ചിന്തിക്കണം. ഇത് തമാശയല്ല. ഈ സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. സെയ്ദ് ബിൻ ഹാരിസയുടെ മകനാണ് ഉസാമത്ത് ബിൻ സെയ്ദ്. ഇസ്ലാം കണ്ട മറ്റൊരു ഈറ്റപ്പുലിയാണ് ആര്? ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു. ആരുടെ മോൻ? സെയ്ദ് റളിയല്ലാഹു അൻഹു മോൻ. സെയ്ദ് ആരുടെ വളർത്തു മോനാണ്? ഖദീജ ബീവിയുടെ. അപ്പോൾ ഖദീജ ബീവി ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞ ആർക്കും ഇല്ല. ഖദീജ ബീവി എന്ന് പറഞ്ഞ ഒരു സംഭവമാണ്. അതായത് സ്വന്തം മക്കളെ മാത്രമല്ല ഖദീജ വളർത്തിയത് റളിയല്ലാഹു അൻഹ. ഇവരൊക്കെ ആ പൊരയിൽ വളരുകയാണ്. അതേ സമയത്ത് ഖദീജ ബീവിക്ക് വളർത്താൻ വേറെ കുട്ടികളുണ്ട്. അതേ സമയത്ത് സൈനബ് ഉണ്ട്, റുഖയ്യ ഉണ്ട്, ഉമ്മു കുൽസൂം ഉണ്ട്, ഫാത്തിമ ഉണ്ട്. അപ്പുറത്ത് പിന്നെ ആരുണ്ട്? ഖാസിമുണ്ട്, അബ്ദുള്ള ഉണ്ട്. ഇതിനൊക്കെ വളർത്തിയതും ആരെന്നെ? ആരെന്നെ? ഖദീജ ബീവിനെ. അതേ സമയത്ത് ഖദീജ ബീവിക്ക് ആരെയും വളർത്തണം? അലി റളിയല്ലാഹു അൻഹു. ഇപ്പുറത്ത് ആര്? സെയ്ദ് ബിൻ ഹാരിസ. ഇനിയുണ്ട്. അപ്പൊ നിങ്ങൾ ആ വീട്ടിന്റെ അവസ്ഥ ചിന്തിച്ചു നോക്കി. നിങ്ങൾ ആ വീട്ടിന്റെ അവസ്ഥ ചിന്തിക്കുക. ആ വീട്ടിൽ സ്വന്തം മക്കളെക്കാൾ ഭക്ഷണം കഴിക്കാൻ വേറെ ആളുണ്ട്. ഇതൊക്കെ അവിടെ വളരെയാണ്. ഇതൊന്നും അവിടെ പണിക്ക് നിർത്തിയതല്ല. എന്താണ്? ഇപ്പൊ അലി ബിൻ അബി ത്വാലിബിനെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? അലി ബിൻ അബി ത്വാലിബിനെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? അബൂ ത്വാലിബിന്റെ ദാരിദ്ര്യം. ചിന്തിക്കുക, വളരെ ചിന്തിക്കണം. സെയ്ദ് അവിടെ ആരാ? സെയ്ദ് ബാപ്പ വരെ വിളിച്ചു പോകാതെ പിന്നെ ആ വീട്ടിൽ വളരെയാണ്. ആ സെയ്ദിന്റെ നിങ്ങൾ ഇത്തിരി പണിക്കുന്ന കുട്ടികളല്ല, പകരം ആ വീട്ടിൽ വളരെയാണ്. ആ മക്കളെല്ലാം കൊടുക്കുകയാണ്. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രം, അവരുടെ ദൈനംദിന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായി ശ്രദ്ധയുള്ള ആരായിരുന്നു? റബ്ബത്തുൽ ബൈത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവി മരിക്കുന്ന നേരത്ത് പറയുന്നുണ്ട്, റബ്ബത്തുൽ ബൈത്ത്, വീട്ടിന്റെ ഉടമക്കാരത്തിൽ പോയി വീട്ടിന്റെ എല്ലാ കാര്യം നോക്കിയിരുന്നത് ആരാണ്? ഖദീജ ബീവി.
വീട്ടിൻ്റെ ഉടമക്കാരത്തിൽ പോയി. വീട്ടിൻ്റെ കാര്യം കൈകാര്യം ചെയ്തിരുന്ന ആള് പോയല്ലോ എന്ന് വേദനിക്കുന്നുണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ. അതിൽ വളർന്ന മറ്റൊരു കുട്ടിയാണ് ഒന്ന് അലിയാണെങ്കിൽ റളിയല്ലാഹു അൻഹു. ആ അലിയുടെ കരുത്ത് ഇന്നും നമ്മൾ കാണുന്നു. അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മക്കൾ ധീരന്മാര്, കരുത്തുള്ളവർ ഇന്നും അലി റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ ലോകത്ത് ഇന്നും അത്യുത്തമരായ ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അലിയാരുടെ മക്കൾ തന്നെയാണ് റളിയല്ലാഹു അൻഹു. ആ അലിയാരുടെ വളർത്തുമ്മയാണ് ആര്? റളിയല്ലാഹു അൻഹ, ആര്? ഖദീജ ബീവി. അപ്പൊ ആ കരുത്ത് ഇന്നും നിലനിൽക്കുക. ദുർബലയായ ഉമ്മേനെ കരുത്തുള്ള ഉമ്മയാണ്. നല്ല പോലെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. ഉമ്മയുടെ കരുത്ത് ഭയങ്കരം തന്നെയാണ്. ഉമ്മമാരെ കരുത്ത് വലിയ സംഗതിയാണ്. അതുകൊണ്ടല്ലേ ഒട്ടകത്തിന്റെ മുന്നിൽ ഈ ഹാജർ എന്ന പെണ്ണ് വന്നു നിന്ന് ഒട്ടകപ്പുറത്തിൽ ഇറങ്ങാതെ ഒട്ടകത്തെ തിരിച്ചു ഭർത്താവ്. അപ്പോൾ ചോദിച്ച് ഇങ്ങനെ ചെയ്യാൻ അള്ളാന്റെ കൽപ്പനയുണ്ടോ? ഉണ്ട്. എന്നാ പോയിക്കോളൂ, എന്നാ ബാക്കി കാര്യം ആര് നോക്കും? അള്ളാഹു നോക്കി എന്ന് പറയാൻ വിജനമായ മരുഭൂമിയിൽ, ഒരു മനുഷ്യരില്ലാത്ത മരുഭൂമിയിൽ അങ്ങനെ പറയുന്ന പെണ്ണിന്റെ ഒരു കരുത്തുണ്ട്. ആ കരുത്തല്ലേ ഹജ്ജിന്റെ മർമ്മം. ഇന്ന സഫാ വൽ മർവത മിൻ ശഅഇരില്ലാഹ്. ആ പെണ്ണിന് വേണ്ടി അള്ളാഹു ദുനിയാവിൽ ദാനമായി നൽകിയത് സംസം. ആ സംസം കുടിച്ച് നമ്മൾ ദ്വാരക്കണ പഠിച്ചോളെ ഞങ്ങളെ മനസ്സിൽ കരുത്തുണ്ടാകും. അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അപ്പൊ ചിന്തിക്കണം. ഉമ്മാടെ കരുത്ത് എന്ന് പറഞ്ഞ നിസാരല്ല. ഖദീജത്തുൽ കുബറയാകാനുള്ള കാരണങ്ങളാണ് ഞാൻ എന്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിനെ ഈ പെണ്ണ് ഇത്രയേറെ സ്വാധീനിച്ചു നമ്മൾ ചിന്തിക്കണം. ആ സയ്യിദിന്റെ മകനാണ് ഉസാമ ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു മോനാണ് ആര്? ഉസാമ. ഏതെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ആരോട് പറയും? ഉസാമയോട് പറയും. ഉസാമ സയ്യിദിന്റെ മോനാണ്, സയ്യിദ് റസൂലുള്ളാഹിന്റെ വളർത്തു മോനാണ്. അപ്പൊ വളർത്തുമോന്റെ മോനാണ്. മനസ്സിലാവുകൊണ്ട് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, ഒരു മഖ്സൂമിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ് കളവ് കടത്തി, ആ പെണ്ണിന്റെ കൈമുറിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിന്റെ കൽപ്പന വന്നു. അപ്പോൾ മഖ്സൂമിയ ഗോത്രക്കാർ വന്നിട്ട് ഉസാമയെ സമീപിച്ചു. ഉസാമയോട് പറഞ്ഞു, ഉസാമ വന്നിട്ട് നബിയെ എങ്ങനെയെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറയാം. അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉസാമയോട് ദേഷ്യം പിടിക്കുന്ന ഒരു ഘട്ടമുണ്ട്. ഉസാമ, അള്ളാഹുവിന്റെ ഹജ്ജ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ നീ ദുനിയാവിന്റെ ഒരു വാക്കിന് വഴിപ്പെടുകയാണോ? ലോ അന്ന ഫാത്തിമ ബിൻത മുഹമ്മദിൻ സറഖത് ലഖതഅതു യദഹാ. ഫാത്തിമ കട്ടാൽ കയ്യാ മുറിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് പറയുന്നത് ഉസാമയോടാണ്. എന്തിനങ്ങനെ ഉസാമയോട് പറയാൻ കാരണം? ഉസാമയെ സ്വാധീനിച്ചു ആര്? മഖ്സൂമിയ ഗോത്രക്കാരൻ. ഈ ഉസാമ ആരെ മോനാണ്? സയ്യിദ് റസൂലുള്ളാഹിന്റെ വളർത്തുമോനാണ്. ആ സയ്യിദിന്റെ വളർത്തുമ്മയാണ് ആര്? ഖദീജ ബീവി. ഈ ഉസാമ എന്ന ഭയങ്കര ബില്ലാളി വീരനാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയും, റളിയല്ലാഹു അൻഹു പറയും, ബില്ലാളി വീരനാണ്. ഒരു വിഷയത്തിന് കാട്ടുത്ത തീരുമാനത്തുള്ള ആളാണ്. ഭയങ്കര ഉഷാറാണ് മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു. വേറെ ഒരാളാണ് ആര്? കേട്ടോളൂ, വേറെ ഒരാളാണ് ആര്? ഖദീജ ബീവി വീണ്ടും ആളെ വളർത്തിയിട്ടുണ്ട്. ഖദീജ ബീവി വളർത്തിയ ഒരാളാണ് ബഹുമാനപ്പെട്ട സുബൈർ ബിൻ അവ്വാം. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു ഖദീജ ബീവി വളർത്തിയ കുട്ടിയാണ്. അവ്വാം ഇബ്നു ഹുവൈലിദ്. അപ്പോൾ ഖദീജ ബീവിയുടെ ആങ്ങളെയാണ് ആര്? അവ്വാം. മനസ്സിലായില്ല? ഖദീജ ബിൻത് ഹുവൈലിദ്, അവ്വാം ഇബ്നു ഹുവൈലിദ്. അവ്വാമിന് ഒരു കുട്ടി ജനിച്ചു, സുബൈർ എന്ന് പേരിട്ടു. കുട്ടിക്ക് 2 വയസ്സായപ്പോൾ അവ്വാം മരിച്ചുപോയി. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മായിയാണ് ആര്? ഖദീജ ബീവി. കുട്ടിനെ ഖദീജ ബീവി ഉണ്ടെന്ന്. ഈ കുട്ടിയുടെ ഉമ്മ ആരാ? ഈ കുട്ടിയുടെ ഉമ്മ അബ്ദുൽ മുത്തലിബിന്റെ മകളായ സഫിയ. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? ഈ കുട്ടിയുടെ ഉമ്മ എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിന്റെ മകളായ സഫിയ. ചിന്തിക്ക്, ഖദീജ ബീവിയുടെ ആങ്ങളെയായിരുന്നു അവ്വാം. അബ്ദുൽ മുത്തലിബിന്റെ മകളായ സഫിയയെ കല്യാണം കഴിച്ചു. ഇതിൽ കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് സുബൈർ എന്ന് പേര്. അങ്ങനെ ആ കുട്ടിയെ ശ്രദ്ധിക്കണേ. ആ കുട്ടിക്ക് 2 വയസ്സുള്ള സമയത്ത് ബാപ്പ അവ്വാം മരിച്ചുപോയി. അപ്പോൾ പിന്നെ വിധവയായി ആര്?
സൊഫിയ, ഒരു കരുത്തില്ലാത്ത, ഒന്നും കയ്യിലില്ലാത്ത പാവപ്പെട്ട സൊഫിയ. അപ്പോൾ കുട്ടിയെ ആരെ ഏറ്റെടുത്തു? ഖദീജ ബീവി സുബൈർ ബിൻ അവ്വാമിനെ ഏറ്റെടുത്തു. റളിയല്ലാഹു ഉറക്കപ്പറ റളിയല്ലാഹു. ഇങ്ങോട്ട് നോക്ക്. സുബൈർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ധീരനാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഉറക്കത്തന്നെ പറയണം, മെല്ലെ പറഞ്ഞ പോലെ. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ചിന്തിക്ക്, ഇസ്ലാമിൽ 4ാമത് മുസ്ലിമായ ആളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു എന്ന് 5ാമതാണെന്നും അഭിപ്രായമുണ്ട്, 4ാമതാണെന്നും അഭിപ്രായമുണ്ട്. 1 ഖദീജ, 2 അലി, 3 സെയ്ദ്, 4 സിദ്ദീഖ് ആണെന്നുമുണ്ട്, സുബൈർ ആണെന്നുമുണ്ട്. ആദ്യം മുസ്ലിമായ ഖദീജ ബീവി, 2ാമത് സീന അലി, 3 സെയ്ദ്. മനസ്സിലായില്ലേ? 4 സുബൈർ ആണെന്നുണ്ട്, അല്ല 5ആണ് സുബൈർ എന്നുണ്ട്. എന്താണെങ്കിലും ഇതൊക്കെ ഖദീജ ബീവി വളർത്തു മക്കളാണ്. ആര്? 1 അലിയാര് വളർത്തുമോനാണ് ഖദീജ ബീവിയുടെ. സെയ്ദ് വളർത്തുമോനാണ് ഖദീജ ബീവിയുടെ. സുബൈർ, അതായത് സുബൈറിന്റെ ബാപ്പ അവ്വാം ഖദീജ ബീവിയുടെ ആങ്ങളെയാണ്. മരിച്ചുപോയി കുട്ടിക്ക് 2 വയസ്സായപ്പോൾ സഫിയ ദരിദ്രയായ വിധവയുമായി. അപ്പോൾ പിന്നെ കുട്ടിയെ ഏറ്റെടുത്തു. ആരേറ്റെടുത്തതുപോലെ സ്വന്തം എളാപ്പയുടെ കുട്ടിയെ മുത്തുനബി ഏറ്റെടുത്തതുപോലെ ആങ്ങളയുടെ കുട്ടിയെ ആരും ഏറ്റെടുത്ത്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ, ഖദീജ ബീവിയുടെ മടിത്തട്ടിൽ വളരുന്ന കുട്ടിയാണ് പിന്നെ ആര്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ഭയങ്കര കരുത്തനാണ്, ഭയങ്കര ഉഷാറാണ്, ഭയങ്കര കരുത്താണ്, ഭയങ്കര കരുത്തുള്ള മോനാണ്. എന്ന് 14ാമത്തെ വയസ്സിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയ ധീരനാണ് ആര്? 14ാമത്തെ വയസ്സിൽ അള്ളാഹിന്റെ മാർഗത്തിൽ യുദ്ധത്തിനിറങ്ങിയ ധീരനാണ് ആര്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. ചിന്തിക്കണം. ബദർ യുദ്ധ ദിവസം ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ അടരാടിയ മഹാനാണ് സുബൈർ ബിൻ അവ്വാം. ഉഹദിന്റെ ദിവസമാകട്ടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുകൂടെ ഏറ്റവും സ്ഥൈര്യമായി നിന്ന ആളുകളിൽ ഒരാളാണ് സുബൈർ ബിൻ അവ്വാം. ബദറിൽ വളരെ ധീരനാണ് സയ്യിദ്ന സുബൈർ. ഉഹദിലാകട്ടെ പലരും ചിതറിയോടിയപ്പോൾ ധൈര്യത്തോടെ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കൂടെ ഉറച്ചു നിന്ന മഹാനാണ് ആര്? സുബൈർ ബിൻ അവ്വാം. ആരുടെ വളർത്തുമോനാണ്? ഖദീജ ബീവിയുടെ വളർത്തുമോനാണ്. സഫിയയുടെ അഥവാ അവ്വാമിന്റെ മകൻ സഫിയയുടെയും. ചിന്തിക്കണം, അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. ഏത് ജാതി ശർറ് ഹബീബായ നബിയിലേക്ക് വരികയാണെങ്കിലും അത് തടുക്കാൻ എപ്പോഴും മുന്നിൽ നിന്നിരുന്ന ആളാണ് ആര്? സുബൈർ ബിൻ അവ്വാം. ഉറക്കപ്പറ റളിയല്ലാഹു വയുഫ്ദിഹി ബിനഫ്സിഹി ബഅദ അൻ ഇൻഹസമ വഖുതില മിൻ ജയ്ശിൽ മുസ്ലിമീൻ. ഓടുന്നവരൊക്കെ ഓടി, യുദ്ധക്കളത്തിൽ വെച്ച് ഓടുന്ന പലരും ഓടിയപ്പോഴും ആരോടിയില്ല? സുബൈർ റളിയല്ലാഹു അൻഹു. എന്ന് മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ റിയാദിൽ വെച്ച് വലിയ യുദ്ധം നടന്നിട്ടുണ്ട് റസൂലുള്ളാഹിക്ക് ശേഷം. മനസ്സിലായില്ലേ? അതിലും ഏറ്റവും വലിയ പട നയിച്ച ആളാണ് ആര്? സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. وكان هو كاسر شوكة الروم في യർമൂക്ക് യുദ്ധത്തിൽ റോമക്കാരുടെ പത്മവ്യൂഹത്തെ ഭേദിച്ച ആളുമായിരുന്നു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. വഫാത്തിഹ ഇസ്നി ബാബിലോൺ ബി മസ്ർ, ഈജിപ്തിലേക്ക് ബഹുമാനപ്പെട്ട മഹാനായ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഹിജ്റ 21 മുസ്ലിം സൈന്യം ഉമർ ബിൻ ഖത്താബിന്റെ കൂടെ വന്നപ്പോൾ മിസ്റിലെ റോമൻ കോട്ടയെ തകർക്കുന്നതിൽ മുന്നിൽ നിന്ന ആളുമാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു. എന്ന് സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തപ്പെട്ട ഒരുപാട് ധീരോദാത്തമായ ചരിത്ര മർമ്മങ്ങൾക്ക് നേതൃത്വം വഹിച്ച ആളാണ് ആര്? സുബൈർ ബിൻ അവ്വാം. ആരുടെ വളർത്തുമോനാണ്?
ഖദീജ ബീവി. ആ സുബൈറിന്റെ മോനാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ആ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ആണ് എന്ത് ചെയ്തത്? ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ മറികടന്ന് കഅബാലയത്തെ പഴയ കോലത്തിലാക്കിയത്. ചിന്തിക്കണം. ഈ സുബൈർ പിന്നെ ആയിഷയുടെ ഏട്ടത്തി, മനസ്സിലാക്കണേ, ആയിഷയുടെ ഏട്ടത്തിയായ അസ്മാ ബീവിയെ കല്യാണം കഴിച്ചു. ആര്? സുബൈർ. ആയിഷയുടെ ഏട്ടത്തിയായ അസ്മാ ബീവിയെ കല്യാണം കഴിച്ചു. ആര്? സുബൈർ. അതിൽ ജനിച്ച കുട്ടിയാണ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മനസ്സിലായില്ലേ? ആ കുട്ടിയെ അസ്മാ ബീവി എന്ത് ചെയ്തു? ദാനം ചെയ്തു. ആർക്ക്? ആയിഷ ബീവിക്ക്. മനസ്സിലാണ്ടോ പറഞ്ഞത്? ആയിഷ ബീവിയെ ഉമ്മു അബ്ദില്ല എന്ന പേരിൽ അറിയപ്പെട്ടു. ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാന്റെ അമ്മ. അതായത് ആയിഷ ബീവി ജീവിതത്തിൽ പ്രസവിച്ചിട്ടില്ല, പക്ഷെ അബ്ദുല്ലാന്റെ അമ്മ എന്നൊരു പേരുണ്ട്. ആർക്ക്? ആയിഷ ബീവിക്ക്. അതിന് കാരണം എന്താണെന്നറിയോ? സുബൈർ ബിൻ അബ്ബാം ആയിഷയുടെ ഏട്ടത്തിയെ കെട്ടി. ആരെ? അസ്മാ ബീവിയെ. അതിലൊരു കുട്ടി ജനിച്ചു. ആര്? വേറെ കുട്ടികളുണ്ട്. അതിലൊരു കുട്ടിയാണ് ആര്? അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ. ആ കുട്ടിയെ ഏട്ടത്തി അനുജത്തിക്ക് ദാനം കൊടുത്തു. നിനക്ക് കുട്ടികളില്ലല്ലോ, ഇജ്ജ് എടുത്തു പറഞ്ഞു. അന്ന് മുതൽ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ ആരെ മേലെ അറിയപ്പെട്ടു? ഇബ്നു ആയിഷ. ആയിഷാന്റെ കുട്ടിയാണ്. ആയിഷാന്റെ കുട്ടിയാന്ന് പറയും. ആയിഷ ബീവിയെ ഉമ്മു അബ്ദില്ല, അബ്ദുല്ലാന്റെ അമ്മ എന്നും അറിയപ്പെടും. ആരെ? ആയിഷ ബീവിയെ ഉമ്മു അബ്ദില്ല. ഈ കുട്ടിയാണ് മക്കയുടെ ചരിത്രത്തിലെ ധീരനായ ഭരണാധികാരി. കഅബാലയം ഹിജ്ർ ഇസ്മായിൽ കൂടി ഉൾപ്പെടുത്തി വിശാലമാക്കണമെന്ന കൊതി ഉണ്ടായിരുന്നു. ആർക്ക്? മുത്ത് മുഹമ്മദ് മുസ്തഫ. അത് നടപ്പിലാക്കിയ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. പക്ഷെ പിന്നീട് യസീദിന്റെ പട്ടാളം നേരെ മക്കയിലേക്ക് കയറി അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിനെ പിടികൂടി കൊന്ന് കുന്തത്തിൽ നാട്ടി. കുന്തത്തിൽ നാട്ടിയത് എന്തിനാണെന്നറിയോ? മയ്യത്ത് ചീഞ്ഞളിഞ്ഞ് ദുർഗന്ധം ഉണ്ടായിട്ട് ഇനി ഇത്തരം യസീദിന്റെ പട്ടാളത്തിനെതിരെ ഒരാളും ഒന്നും മിണ്ടാൻ പാടില്ല, ജനം പേടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ കുന്തത്തിൽ നാട്ടിയിട്ടും മയ്യത്ത് ചീഞ്ഞില്ല. മനസ്സിലായില്ല? സുബൈറിനെ ആര് വളർത്തി? സുബൈറിനെ ആര് വളർത്തി? ഖദീജ ബീവി. സുബൈറിന്റെ മോനാണ് ആര്? അബ്ദുള്ള. അബ്ദുള്ള എന്നവര് പിന്നെ മക്കയിൽ രാജാവായി, ഗവർണറായി. അക്കാലത്ത് കഅബ പൊളിച്ച് മനോഹരമാക്കി. അപ്പോൾ യസീദിന്റെ പട്ടാളം മക്കയിലേക്ക് കയറിയിട്ട് പിടിച്ച് കൊന്നു. ആര്? അബ്ദുള്ള എന്നവരെ. അതായത് ഖദീജയുടെ വളർത്തുമോന്റെ മോന്. ഖദീജയുടെ വളർത്തുമോനാണ് ആര്? സുബൈർ ബിൻ അബ്ബാം. അവരെ മോനാണ് ആര്? അബ്ദുള്ള ബിൻ സുബൈർ. മനസ്സിലായില്ലേ? അവരെ കുന്തത്തിൽ നാട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? കുന്തത്തിൽ നാട്ടി ദിവസങ്ങൾ കഴിഞ്ഞിട്ട് മയ്യത്തിനൊന്നും പറ്റിയില്ല. മയ്യത്ത് അഴുകുന്നില്ല. കുന്തത്തിൽ നാട്ടിയ മയ്യത്തിൽ നിന്നും കസ്തൂരി അടിച്ച് വീശാൻ തുടങ്ങി. അപ്പോൾ അവര് നായയെ പിടിച്ചു കൊന്നു. അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ കുന്തത്തിന്റെ തൊട്ടടുത്ത് തൊട്ടിട്ട് ഒരു നായനെയും കുന്തത്തിൽ നാട്ടി. മനസ്സിലായോ പറഞ്ഞത്? പിന്നെന്തുണ്ടായത്? നായയും ചീഞ്ഞില്ല. നായയുടെ ശരീരത്തിനും കസ്തൂരി വാസനിക്കാൻ തുടങ്ങി. ചരിത്രം അതാണ്. അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അവരെ ബാപ്പയാണ് അബ്ദുള്ള. ആ അബ്ദുള്ളാനെ പൊറ്റിയതാരാ? ഭയങ്കര ഇതിന്റെ ഇങ്ങനൊരു ചരിത്രം ഒരാൾക്ക് പറയാനില്ല. അതിനെ ഖദീജത്ത് കുബ്രയായി ഇങ്ങനെ പറയാൻ പറ്റിയ ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിൽ. പിന്നെ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരില്ലേ? നിങ്ങൾ ആരൊക്കെ കണ്ട് ഈറ്റപ്പുലികള്. ഒന്നാലിന്റെ വളർത്തുമ്മയായ പോലെ ഇനി അതിന് പകരം പറയാൻ ഒരാളില്ലല്ലോ. അത്രയും വലിയ ആളാണ് ആര്? സയ്യിദുനാ അലി എന്ന് പറയും കുട്ടികളെ, റളിയല്ലാഹു അൻഹു പറയും കുട്ടികളെ, നിങ്ങൾ എന്തിനാ പേടിക്കണത്? അത് വലിയ ആളല്ലേ. അല്ലാഹു അവരെ കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ബർക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ബർക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ബർക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഒരു ബർക്കത്തുണ്ടല്ലോ നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ചിന്തിക്കുമോനെ? ഞാനാണ് ഉന്നതയായ
ഉമ്മഹാത്തുൽ മുഅ്മിനീനിൽ ഉന്നത സ്ഥാനം എനിക്കാണെന്ന് ആയിഷ ബീവി പറഞ്ഞപ്പോൾ നബി എതിർക്കാനുള്ള കാരണം ഇതൊക്കെയായിരിക്കാം. അപ്പോൾ കുബ്ര എന്ന സ്ഥാനത്തിന് ഒരാളും അർഹയല്ല. അതിന് അർഹതയുള്ള ഒരൊറ്റ പെണ്ണ് ഖദീജ ബീവിയാണ് റളിയല്ലാഹു അൻഹാ. അപ്പോൾ ഇതിനൊക്കെ വളരെ ശക്തമായ ന്യായങ്ങളുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബിന്റെ വളർത്തുമ്മ, പിന്നെയോ സയ്യിദ് ഇബ്നു ഹാരിസയുടെ വളർത്തുമ്മ. സയ്യിദിന്റെ മഖ്ബറയൊക്കെ ഒന്ന് കാണണം, അല്ലാഹു തൗഫീഖ് തരട്ടെ. ജോർദാനിലാണ് സയ്യിദിന്റെ മഖ്ബറ റളിയല്ലാഹു അൻഹു. ഖദീജ ബീവിയുടെ അതും തന്നെ മദീനയിൽ നിന്ന് പുറപ്പെട്ടിട്ട് സയ്യിദ് മരിച്ചാൽ ജാഫർ കൊടിയെടുത്തോട്ടെ എന്ന് പറഞ്ഞു. സയ്യിദ് മരിച്ചാൽ ജാഫർ കൊടിയെടുത്തോട്ടെ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? പിന്നെ ചിരിക്കുക, എവിടുന്ന് മൂത്തത്തിലെത്തുന്നവരെ ചിരിക്കുക. എന്തുകൊണ്ട്? ജാഫർ മരിച്ചാൽ അബ്ദുല്ലാഹിബ്നു റവാഹ കൊടിയെടുത്തോട്ടെ. അബ്ദുല്ലാഹിബ്നു റവാഹയും കൂടി മരിച്ചാൽ പിന്നെ നിങ്ങൾ നേതാവിനെ തീരുമാനിച്ചെടുക്കാം. അപ്പൊ ഇവര് ചിരിച്ചുകൊണ്ട് പോകുന്നു മദീനയിലേക്ക്. സൈന്യം തിരിച്ചു പോകുമ്പോൾ ഇവര് മൂന്നാളുണ്ടാവില്ല എന്നുള്ള കാര്യം പുറപ്പെട്ടെടുക്കാൻ ഉറപ്പാണ്. നമ്മളാണെങ്കിൽ ആ വൈക്കൂല പോകും, തിരിച്ചുകൊണ്ട് പോകുന്നത്. അതായത് മരിക്കണമല്ലോ, അള്ളാന്റെ മാർഗത്തിൽ മരിക്കാനുള്ള. മാത്രമല്ല ആ സമയത്താണ് നമുക്ക് തിരിച്ചു പോകാം എന്ന് സൈന്യത്തെ, ശത്രു സൈന്യത്തെ കണ്ടപ്പോൾ മുസ്ലിം പട്ടാളം പറഞ്ഞ് ആ സമയത്ത് തിരിച്ചു പോകാലോ. എന്തുകൊണ്ട്? മരിക്കുകയാണെങ്കിൽ ആദ്യം മരിക്കാരാണ്? ആര്? സയ്യിദ് ഇബ്നു ഹാരിസ. മനസ്സിലായില്ല? ആദ്യം മരിക്കുക സയ്യിദല്ലേ. കാരണം മുന്നിൽ കൊടിയും പിടിച്ച് നിൽക്കുന്നത് ആരല്ലേ? സയ്യിദല്ലേ. അപ്പോൾ പറഞ്ഞു ഇന്നമാ ജീനാ ലിഇലാഹി കലിമത്തില്ലാഹ് അവിൽ മൗതി ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ വചനം ഉയർത്തിപ്പിടിക്കാൻ, അല്ലെങ്കിൽ മരിക്കാൻ. അതിനല്ലാതെ നമ്മൾ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു ആ ധീരൻ വിട്ടുകൊണ്ട് മരിച്ചു. മുഖത്തയിലുണ്ട്. ഞാൻ പലവട്ടം അക്കബർ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇത് പറഞ്ഞ് മദീനയിൽ നിന്ന് പുറപ്പെട്ടപ്പോഴത്തെ അദ്ദേഹം ചിരിച്ചു എന്നാണ്. കാരണം അള്ളാന്റെ മാർഗത്തിൽ മരിക്കാലോ റസൂലുള്ള മരിക്കാലല്ലേ പറഞ്ഞേക്കണം, മരിക്കാലോ അള്ളാന്റെ മാർഗത്തിൽ മരിക്കാലോ എന്ന് ഓർത്തോട്ട് ചിരിച്ചോണ്ട് പോകുന്നു. ഏതെങ്കിലും ഭീകരവാദികള്, തീവ്രവാദികള് ചാവേറായി ചാടുന്നതിന് ഇത് തെളിവാക്കാൻ പറ്റുകയില്ല എന്നും ഞാൻ സാന്ദർഭികമായി പറയാം. അത് ഇന്നത്തെ കാലത്തെ ചാവേറുകളുടെ കളിയല്ല. അത് നേതാവ് കൃത്യമായും അനിവാര്യമായ ഒരു കാര്യത്തിൽ പറഞ്ഞാണ്. ഇന്നത്തെ ചാവേറുകൾക്ക് നേതാവില്ല. അവരെ ഭരിക്കുന്നത് ഹവ, അവരുടെ ദേഹേച്ഛ മാത്രമാണ്. അത്തരം ചാവേറുകൾ ഇസ്ലാമിലെ ദൃഷ്ട്യാ ഒരു ന്യായവും അവരുടെ തമ്മാടിത്തരത്തിനില്ല എന്ന് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. കാരണം ഇതിൽ നിന്ന് ചില ആളുകൾ മുതലെടുക്കാൻ സാധ്യതയുണ്ടെന്നുകൊണ്ടാണ് ഞാൻ ഈ ചരിത്രം ഉദ്ധരിച്ചപ്പോൾ ആ വസ്തുത പുറത്തു പറഞ്ഞത്. ആ സയ്യിദിന്റെ ധീരനായ സയ്യിദിനെ വളർത്തിയത് ഖദീജയാണ്. ആ ധീരത പിന്നെയും നിലനിന്നു. ആ സയ്യിദിന്റെ മകനാണ് ധീരനായ ഉസാമ. പിന്നെ ഖദീജ ബീവി വളർത്തിയ മോനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. ആങ്ങളയുടെ മോനെ വളർത്തി. ഈ കുഞ്ഞിന് 2 വയസ്സായപ്പോൾ ആങ്ങള മരിച്ചു. സഫിയ സാധുവുമാണ്, ഉമ്മാക്ക് വളർത്താൻ കഴിവില്ല. അപ്പോൾ അതും ഏറ്റെടുത്തു. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ അതും ഏറ്റെടുത്തു. ഇസ്ലാമിൽ 4ാമത്തെയോ 5ാമത്തെയോ ആളായി മുസ്ലിമായ ആളാണ്. ആര്? ഈ സുബൈർ ഇബ്നുൽ അവ്വാം വളർത്തുമോൻ. ഖദീജയുടെ വളർത്തു മക്കളൊക്കെ നേരത്തെ മുസ്ലിമായി. അലി ആണെങ്കിലും റളിയല്ലാഹു അൻഹു. അലി മനസ്സിലായില്ലേ? ആണെങ്കിലും റളിയല്ലാഹു അൻഹു മുസ്ലിമായിട്ടുണ്ട്. ചിന്തിക്ക്. പിന്നെ സയ്യിദാണെങ്കിലും നേരത്തെ മുസ്ലിമായിട്ടുണ്ട്. അടിമകളിൽ ആദ്യമായി മുസ്ലിമായത് ആരാണ്? സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു. പിന്നെ മറ്റൊരു വളർത്തുമോനാണ് സുബൈർ ഇബ്നുൽ അവ്വാം. അവരും ആ സുബൈറിന്റെ മകനാണ് ലോകം കണ്ട ധീരനായ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. അപ്പൊ ഒരു പരമ്പര അതിലൊക്കെ കാണുന്നുണ്ട്. വാപ്പയിലുള്ള താൽക്കാലികല്ല, ഒരു പരമ്പര തന്നെ കാണുന്നുണ്ട്. ഇവർക്കെല്ലാം ഇതെല്ലാം ഒരുമിച്ച് കൂട്ടിയ ട്രാൻസ്ഫോമറാണ്. ആര്? ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. ഒരു ഉമ്മയിൽ നിന്ന് മക്കൾക്ക് കിട്ടേണ്ട യഥാർത്ഥ ധാർമ്മിക ബോധം, ബാധ്യത, ധർമ്മത്തിനും നീതിക്കും സത്യത്തിനും വേണ്ടി ജീവാർപ്പണം ചെയ്യൽ മനുഷ്യധർമ്മമാണെന്ന് പഠിപ്പിക്കുകയാണ് സത്യത്തിൽ ഉമ്മ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് ബഹുമാനിയായ ഖദീജ ബീവിയിൽ നിന്ന് റളിയല്ലാഹു അൻഹാ. എന്തുകൊണ്ട്? അവർ നേരത്തെ തന്നെ പരിശുദ്ധയാണ്.
അവർ നേരത്തെ തന്നെ സത്യത്തിന് വേണ്ടി ജീവാർപ്പണം ചെയ്യാൻ തീരുമാനിച്ച വനിതയാണ്. അവർ നേരത്തെ തന്നെ വലിയ ധീരയാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ. ഒരിക്കലും ചൂളി പിന്മാറുന്ന ഒരു കാര്യമില്ല. വഹയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ പറയുമ്പോൾ ഞാനത് പറയും, വിശദീകരിക്കുന്നില്ല, അവസാനിപ്പിക്കാം. അപ്പൊ അതുകൊണ്ട് ഖദീജ ബിബി റളിയല്ലാഹു അൻഹ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടൊക്കെ ആയിരിക്കാം ഖദീജയേക്കാൾ നല്ല ഒരാളെ അള്ളാഹു എനിക്ക് വേറെ തന്നിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ഇന്നഹാ ഖദീജ, അത് തീർച്ചയായും ഖദീജ തന്നെയായിരുന്നു. ഖദീജയേക്കാൾ നല്ല ഒരാളെ എനിക്ക് അള്ളാഹു ഖദീജയുടെ പ്രേമം എനിക്ക് നൽകപ്പെട്ടു മുഹമ്മദ് മുസ്തഫ. ഖദീജയോടുള്ള പ്രേമം ഖദീജയോടുള്ള പ്രേമം എനിക്ക് നൽകപ്പെട്ടു എന്നാണ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ നിലക്കെല്ലാം ഉമ്മുൽ കുബ്ര എന്ന് പറയാൻ എല്ലാ നിലയിലും അർഹതയുള്ള വനിതയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. ബാക്കി അടുത്ത നാളത്തെ ക്ലാസ്സിൽ പറയും. ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട ചില ഓർമ്മയിൽ മുസ്തഫ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിപ്പൊട്ടിയ ചില ചരിത്രങ്ങളുണ്ട്. അതിന്റെ ചില ഭാഗങ്ങൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. ഖദീജയുമായി ബന്ധപ്പെട്ട ചില ചരിത്രങ്ങൾ റസൂലുള്ളാഹി വിങ്ങിപ്പൊട്ടിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ചില ഭാഗങ്ങൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പെണ്ണ് വലിയ മഹദിയാണ് എന്ന് ചിന്തിക്കാതെ ഖദീജത്തുൽ കുബ്രയുടെ പേര് ഞാൻ തെറ്റില്ല അനുസ്മരിച്ചുകൊണ്ട്, ആരെ അനുസ്മരിച്ചുകൊണ്ട്? ഖദീജ ബീബി അനുസ്മരിച്ചുകൊണ്ട് ഖദീജത്തുൽ കുബ്ര, ഫാത്തിമത്തുൽ സുഹ്റ എന്ന് പേരിടാലോ എന്നതുപോലെ ഖദീജത്തുൽ കുബ്ര എന്ന് പേരില്ല, ഒരു തെറ്റില്ല. റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മഹദിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ. ആ സ്ഥാനത്ത് പിന്നെ ഒരാൾ കയറി ഇരുന്നിട്ടില്ല. അത്ര വലിയ സ്ഥാനമാണ് ഖദീജ ബീബിയുടെ സ്ഥാനം റളിയല്ലാഹു അൻഹ. അപ്പൊ ചിന്തികനാക്കി ഹൃദയസ്പൃക്കായ ചില സംഭവങ്ങളുണ്ട്. മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ മനസ്സിനെ കരയിപ്പിച്ച ചില സംഭവങ്ങളുണ്ട് ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ടിട്ട്. അത് നാളെ പറയും ഇൻഷാ അല്ലാഹ്. ഖദീജ ബീവിയുടെ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിക്ക് ഭയങ്കര സംഭവമാണ്. എന്തുകൊണ്ട്? അത്ര വലിയ സ്ഥാനത്താണ് ഖദീജ ബീവി. ഇനി അത് വഹയുമായി ബന്ധപ്പെട്ട ഖദീജ ബീവി ഏറ്റെടുത്ത ചില കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കുമ്പോൾ അതിന് ഗൗരവം ശരിക്കും മനസ്സിലാവും. അത് ആ രംഗത്ത് പറയും. നാളെ ഖദീജ ബീവിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയസ്പൃക്കായ മനസ്സിനെ ചില സംഭവങ്ങളുടെ ഓർമ്മകൾ, മരിച്ചതിന് ശേഷം ഖദീജയെ ഓർത്തിട്ട് നബി കരയുന്ന ചില രംഗങ്ങളുണ്ട്. ചില ഭാഗങ്ങൾ നാളെ പറയും ഇൻഷാ അല്ലാഹ്. ഇലാ ഹദ്റത്തിൻ നബിയിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ ബീവി റളിയല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു തആല ഇത് എത്തിച്ചു കൊടുക്കട്ടെ. മഹദിയായ ഖദീജ ബീവിയുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എത്തിച്ചു കൊടുക്കട്ടെ. ഈ വന്ന ആളുകൾ ഖദീജ ബീവിന്റെ മഹത്വം, ഖദീജ എന്തുകൊണ്ടാണ് കുബ്രയായത് എന്ന് വിശദീകരിക്കുന്ന ഈ പ്രഭാഷണം കേട്ട ആളുകളുടെ എല്ലാം മനസ്സിൽ ഇസ്ലാമിയത്തിന്റെ വെളിച്ചം അല്ലാഹു തആല നൽകട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ബറക്കത്ത് കൊണ്ട് ഖദീജ ബീവിയുടെ ശഫാഅത്ത് നബിയിലേക്ക് വരുന്ന ആ ശഫാഅത്ത് അല്ലാഹു നമുക്ക് തരട്ടെ. ഖദീജയുടെ വാതിലൂടെ വന്ന ഒരു കാര്യത്തെ നബി തള്ളാറില്ല എന്ന് പറഞ്ഞ ആ ഒരു മഹത്വവും അല്ലാഹു നമുക്ക് നൽകട്ടെ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ നമ്മിൽ സന്തുഷ്ടയാകാൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ.